വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഈഗിൾ നെസ്റ്റ് എന്നാണ് പറയുക. കുറെ കൂടിയും ഹിറ്റ്ലേഴ്സ് ഈഗിൾ നെസ്റ്റ് എന്ന് പറഞ്ഞാലാണ് ആളുകൾക്ക് മനസ്സിലാവാം. ഹിറ്റ്ലറിൻ്റെ കാലത്തുണ്ടായിരുന്ന ഹിറ്റ്ലറിൻ്റെ ഒരു ഒളിത്താവളം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു ടണൽ ഏരിയയിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പോവാം. അത് കഴിഞ്ഞ് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിഫ്റ്റ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ടോപ്പ് ഏരിയയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇതാ ഇവിടുത്തെ ഒരു ലിഫ്റ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മുകളിലേക്ക് പോകാട്ടോ. ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ഒരു കാഴ്ചയാണ്. കാരണം എന്താ വെച്ചാൽ ഏകദേശം 1800 മീറ്ററിന് മേലെ, അതായത് എബോവ് സീ ലെവൽ അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മേഘങ്ങളൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കരമായിട്ട് മൂടൽമഞ്ഞൊക്കെ ഉള്ളൊരു പ്ലേസ് എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിപ്പോൾ സമ്മറിലാണ് വന്നിരുന്നെങ്കിൽ പോലും നമുക്കിതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ സമയത്തൊക്കെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുക. കുറച്ചുകൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു ഈഗിൾ നെസ്റ്റിൻ്റെ കുറെ കൂടിയും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കുറെ കൂടിയും വ്യൂ, ഒരു ലോങ് വ്യൂ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും തൊട്ട് ഫ്രണ്ടിലുള്ള ആളുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ. അത്രയും അധികം മൂടൽ മഞ്ഞാണ് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലിഫ്റ്റ് എടുത്ത് വന്നത് ആ ഒരു ഈഗിൾ നെസ്റ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാണ്. പക്ഷെ കുറച്ചൊരു ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പതിയതായി ഈ ഒരു മൗണ്ടെയിൻ സൈഡിലൂടെ പോയാൽ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാഴ്ച ഇവിടുത്തെ ഒരു മൂടൽ മഞ്ഞാണ് കേട്ടോ. താഴെയൊക്കെ നമ്മൾ വന്ന ആ ഒരു നോർമൽ പ്ലേസ് ഒക്കെ ഭയങ്കര സമ്മറിൻ്റെ ഒരു 25 ഡിഗ്രി 28 ഡിഗ്രിയിലൊക്കെയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു 10-11 ഡിഗ്രിയും ഭയങ്കര മൂടൽ മഞ്ഞൊക്കെയുള്ള കാഴ്ചകളെ കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു മൗണ്ടെയിൻ ഏരിയയുടെ ഏറ്റവും പീക്കിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഇതുപോലത്തെ ഒരു നാരോ റോഡ് വഴിയാണ് ഇതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിലെത്തി നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഈഗിൾ നെസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ലോങ് വ്യൂ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ബിൽഡിങ് കാണാൻ പറ്റും. അപ്പോൾ മൂടൽമഞ്ഞ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെയിൽ തെളിയുന്നത് നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, ശരിക്കും ആ ഒരു ബിൽഡിങ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബിൽഡിങ്ങേ കാണാൻ പറ്റില്ല, ഫുള്ള് മൂടൽമഞ്ഞായിരിക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നാസി പാർട്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് അന്നത്തെ കാലത്തെ ഗവൺമെൻറ് അവരുടെ സോഷ്യൽ മീറ്റിങ്സിനൊക്കെ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിങ്ങാണ് ഈ ഒരു ഈഗിൾ നെസ്റ്റ്. അതിനുശേഷം ഹിറ്റ്ലറിൻ്റെ ഒരു ജന്മദിനത്തിന് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ ഒരു ബിൽഡിങ്. അതിനുശേഷം ഒരുപാട് ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഹിറ്റ്ലർ വന്ന് ഒളിത്താവളമായിട്ട് ഒളിച്ചു താമസിച്ചിരുന്ന ഒരു പ്ലേസും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ജർമ്മൻസിന് ഒട്ടും വന്ന് കാണാൻ താല്പര്യമില്ലാത്തൊരു പ്ലേസാണ് ഈ ഒരു ഈഗിൾ നെസ്റ്റ് ടോം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂണിക് സിറ്റിയിൽ നിന്ന് ഒരു 2.5 മണിക്കൂറാണ് നമുക്ക് ഓൺ റോഡ് ഇങ്ങോട്ടേക്ക് ട്രാവൽ ഉള്ളത്. അതേസമയം നമ്മൾ ഓസ്ട്രിയയിലെ സോൾസ്ബർഗിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 45 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഓസ്ട്രിയയുടെയും ജർമ്മനിയുടെയും ബോർഡറിലായിട്ടാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ഇവിടെ ഈ ഒരു ബിൽഡിംഗ് ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്നത് 1938 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അതിനുശേഷം 1939 ഇതിവിടെ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇത് പ്യുവർലി ഇപ്പോഴും ഹിറ്റ്ലറിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു പ്ലേസ് ആണിത്. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ 50ാമത്തെ ബർത്ത്ഡേക്ക് ഹിറ്റ്ലറിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു പ്ലേസാണ് കേട്ടോ ഇത്. ഇതിന് മെയിനായിട്ട് ഓൺ റോഡ് എൻട്രൻസും ഉണ്ട്, അതിലൂടെയാണ് നമ്മൾ വന്നത്. പിന്നെ ഒന്ന് എലിവേറ്റർ എൻട്രൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഈഗിൾ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ് ഹിറ്റ്ലറിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് റിസപ്ഷൻ ഹൗസ് ആയിട്ടും അതുപോലെ ഒരു സമ്മർ ഹോളിഡേ ഡെസ്റ്റിനേഷനൊക്കെ ആയിട്ടാണ് ഹിറ്റ്ലർ ഈ ഒരു ബിൽഡിങ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒളിത്താവളം. അപ്പോൾ ഒരുപാട് പേടിച്ച് ഹിറ്റ്ലർ ഇവിടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മൻസിന് ഒട്ടും ഓർക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണെന്ന് പറയാം. പക്ഷേ ഇപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു നേച്ചർ ബ്യൂട്ടിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനാണ് പറ്റുക.
അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും അങ്ങനത്തെ പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഡെഫിനറ്റായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. അത് മാത്രമല്ല നേച്ചർ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. നമുക്കറിയാവുന്ന ഈ ഒരു പ്ലേസിൻ്റെ പിറകിൽ ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഉണ്ടെന്ന്. എന്നാലും ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം ഇവിടുത്തെ ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ്, ഈ ഒരു മൗണ്ടെയിൻ ലുക്കും, ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സമ്മർ സീസണിലായതുകൊണ്ടാണ് നമുക്കിവിടെ അങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു സ്നോ, അതായത് ഒരു കംപ്ലീറ്റ് ഒരു സ്നോ മൗണ്ടെയിൻ പോലെ തോന്നാത്തത്. പക്ഷേ മൂടൽമഞ്ഞുണ്ട്, നമുക്ക് ദൂരെയുള്ളതൊന്നും രാവിലെ സമയങ്ങളിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെയിൽ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് പതിയെ ആ ബിൽഡിംഗ് ഒന്ന് കാണാൻ പറ്റും. താഴേക്കുള്ള മൗണ്ടെയിൻസും ഒക്കെ നമുക്ക് വെയിൽ തെളിയുമ്പോൾ കാണാൻ പറ്റും. അതല്ലാത്ത സമയത്ത് നമുക്ക് തൊട്ട് ഫ്രണ്ടിലുള്ളത് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടൽമഞ്ഞാണ്. അപ്പോൾ നമുക്ക് സമ്മർ സമയത്ത് സാധാ പ്ലേസിലൊന്നും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇതുപോലൊരു പ്ലേസ് കാണണമെങ്കിൽ മ്യൂണിക്കിൽ നിന്നാണെങ്കിലും അതുപോലെ സോൾസ്ബർഗിൽ നിന്നാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഓൺ റോഡ് എത്താൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണത്. പിന്നെ നമ്മൾ ഈ ഒരു ഈഗിൾ നെസ്റ്റ് ബിൽഡിങ്ങിൻ്റെ എവിടേക്ക് വരുന്നത് ഇവരുടെ ഓൺ ട്രാൻസ്പോർട്ടേഷനിലാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു മൗണ്ടെയിൻ പോലത്തെ ഒരു ഏരിയ വന്ന് അതിൻ്റെ പീക്കിൽ വന്നിട്ടാണ് നമ്മൾ ഇവരുടെ തന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എടുക്കുക. കാരണം ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. നമുക്ക് വണ്ടിക്ക് സൈഡ് കൊടുക്കാനൊന്നും സ്ഥലമില്ലാത്ത ഒരു രീതിയിൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഓൺ ട്രാൻസ്പോർട്ടേഷനിലാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് കൊടുക്കുക. അപ്പോൾ എല്ലാ 15-20 മിനിറ്റ്സിലും ബസ് സർവീസസ് ഉണ്ട്. ബസ് മാത്രമാണ് ഇവിടെ സർവീസസ് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓൺ വെഹിക്കിളിൽ വരികയാണെങ്കിൽ നമുക്കത് പാർക്കിംഗ് സ്പോട്ടിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റും നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു മഞ്ഞും ഇതൊക്കെ കണ്ട് നമ്മൾ മുകളിലേക്ക് വന്ന് ഈ ഒരു പ്ലേസ് കാണാം. അപ്പോൾ ഇനി ഒരു പ്ലേസിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അതൊരു ഡാർക്ക് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഗൂഗിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ടണൽ റോഡിലൂടെ നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു മൂടൽ മഞ്ഞുള്ള ഒരു അടിപൊളി പ്ലേസാണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ടണലിൻ്റെ എൻട്രൻസ് പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും. അപ്പോൾ നമ്മൾ ഈഗിൾ നെസ്റ്റ് ഒക്കെ കണ്ട് അവിടുത്തെ ആ ഒരു പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു 1.5 hour ജേർണിയിലൊക്കെ നമുക്ക് ഈ ഒരു ബർഷസ് ഗാർഡൻ ഏരിയയിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വില്ലേജ് സൈഡിന് പറയുന്നത് ബർഷസ് ഗാർഡൻ എന്നാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അട്രാക്ഷൻസ് കാണാനുണ്ട്. അതിലൊന്നാണ് ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഈഗിൾ നെസ്റ്റിൻ്റെ ഒരു ഏരിയ. പിന്നെ നമ്മൾ കാണാൻ പോണത് ഈ കാണുന്ന റാംസു ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാർ വരാൻ കാരണം ഇവിടുത്തെ ഈ ഒരു നേച്ചർ ബ്യൂട്ടി തന്നെയാണ്. പുറകിലുള്ള ആ ഒരു മൗണ്ടെയിനും അതിൻ്റെ മുന്നിലുള്ള ആ ക്യൂട്ടായിട്ടുള്ളൊരു ചർച്ചും ഇതിൻ്റെ അടുത്തേക്കൂടെ ഒഴുകുന്ന ചെറിയൊരു കനാലും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ആൾക്കാർ ഇവിടെ വരുമ്പോൾ വന്ന് കാണുന്ന ടോപ്പ് അട്രാക്ഷൻസിലൊന്നാണ് ഇവിടെ കാണുന്ന ഈ ഒരു റാംസു ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1 hour ഒക്കെ ഈ ഒരു ഏരിയയിൽ കറങ്ങി അടിച്ച് നടന്ന് കാണാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള വുഡൻ ബ്രിഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആയിട്ട് ചെറിയൊരു കനാൽ ഒഴുകുന്നുണ്ട്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഉള്ള ഒരു കനാല്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ ഉള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബിൽഡിങ്സും അതുപോലെ ചെറിയ ചെറിയ ബ്രിഡ്ജസും അതുപോലെ തന്നെ ഇതിലൂടെ ഒഴുകുന്ന തോട് ഒരു ചെറിയൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ആ ഒരു വെള്ളത്തിന് കാണാൻ പറ്റുക. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു മൗണ്ടെയിനും പിന്നെ അതിൻ്റെയൊക്കെ നടുക്കായിട്ട് കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ചർച്ചൊക്കെയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 degree വ്യൂ കിട്ടും. ആ കണ്ട ആ ഒരു കനാൽ സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അതായത് ചെറുതായിട്ട് വെള്ളം ഈ മൗണ്ടെയിനിൽ നിന്നൊക്കെയുള്ള വരുന്ന വെള്ളം ഒലിച്ചിറങ്ങുന്ന വെള്ളം പതിയെ ഒഴുകി പോകുന്ന ചെറിയ ആയിട്ടുള്ള തോടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക കേട്ടോ. ഇവിടുത്തെ ഗ്ലേഷ്യർ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ കനാലിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു റാംസു എന്ന് പറയുന്നത് ഒരു കൊച്ചു ജർമ്മൻ മുനിസിപ്പാലിറ്റിയാണ് കേട്ടോ. ബവാരിയൻ ആൽപ്സ് സൈഡിലൊക്കെയുള്ള ഒരുപാട് ആൽപ്സ് മരങ്ങളൊക്കെ ഉള്ള കുറേ മൗണ്ടെയിൻസൊക്കെ ഉള്ള ഭയങ്കര ക്യൂട്ടായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 1800 മെമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ അത്രയും കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു കൊച്ചു മുനിസിപ്പാലിറ്റി, ഒരു ചെറിയ വില്ലേജ് ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു നേച്ചർ ബ്യൂട്ടി തന്നെയാണ്. കാരണം ആൽപ്സ്
ആൽപ്സ് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബവാരിയൻ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയാസിൽ ചെന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള വില്ലേജ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ഒരുപാട് രസമുള്ള ഒരു സംഭവമാണ്. പിന്നെ മെയിനായിട്ട് ഈ ഒരു ചർച്ച് കേട്ടോ, അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. ഇതൊരു ഫെയറി ടെയിൽ ചർച്ച് എന്ന് പറയും. ഇതിൻ്റെ പുറകിലും ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അപ്പം നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോയിട്ട് നമ്മൾ ഈ ഒരു ചർച്ചാണ് കാണാൻ പോണത്. അപ്പോൾ ഇത് പാരിഷ് ചർച്ച് ഓഫ് സെൻറ്റ് സെബാസ്റ്റ്യൻ റാംസോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര അഡോറബിൾ ആയിട്ടുള്ളൊരു ലിറ്റിൽ ചാപ്പലാണ്. മെയിനായിട്ട് ഈ ഒരു ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇത്. ബ്രസ്റ്റ് ഗാർഡൻ്റെ റാംസോ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നാണ് ഈ ഒരു ചർച്ചിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചർച്ചിനെ ഇത്രയും ക്യൂട്ടാക്കുന്നതിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. ഇതിന് ശരിക്കും പറയുന്നത് ഒരു ഫെയറി ടെയിൽ ടൈപ്പ് ഓഫ് ഒരു ലിറ്റിൽ ചർച്ച് എന്നാണ്. ഇതൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു ഫുഡ് ഹിൽ ഓഫ് ആൽപ്സിൽ ഏരിയയിലുള്ള ഒരു ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഈ ചുറ്റിനുള്ള സീനറിയൊക്കെയാണ് ഈ ഒരു ചർച്ചിനെ ഇത്ര ഫേമസ് ആക്കിയത്. അപ്പോൾ ബവാരിയൻ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഒരു ടോപ്പ് അട്രാക്ഷൻസിലൊന്നാണ് ഇവിടുത്തെ ഈ ഒരു ലിറ്റിൽ ക്യൂട്ടായിട്ടുള്ള റാംസോ ചർച്ച്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ സ്ക്വയർ ചർച്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രേറ്റ് സീനറീസൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒരുപാട് പെയിൻറ്റേഴ്സൊക്കെ ഇവിടെ വന്ന് ഈ ഒരു ചർച്ചും ആ ഒരു ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഇല്ലേ അതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ചർച്ചാണിത്. 1512 ബറോക്ക് സ്റ്റൈലിലാണ് ഇവർ ഈ ഒരു ചർച്ച് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത് കേട്ടോ. ഇത് മാത്രമല്ല, ഇനി നമ്മൾ ബവാരിയൻ സൈഡിൽ വന്നാൽ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടെ ഇതുപോലെ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപം കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, വളരെ കൊച്ചു ചർച്ചാണ്, ഒട്ടും സ്പേഷ്യസ് അല്ല. ദൂരെ നിന്നുള്ള ആ ഒരു കാണാനുള്ള ഭംഗി കൊണ്ടാണ് ഈ ഒരു ചർച്ച് ഇത്രയും ഫേമസ് ആയത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിലൂടെയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിമെട്രി ഏരിയ ആണ്, വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു സിമെട്രി ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബവാരിയൻ സൈഡിലെ പ്ലേസസ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.